സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 126 സങ്കീർത്തനം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. വായിൽ എങ്ങനെയാണ് ചിരി ഉണ്ടാകുന്നത്? അനേകം ആളുകളും വായി നിറച്ച് ഭക്ഷണമാണ് വെക്കാറുള്ളത് സാധാരണ. അതുപോലെ ഇക്കാലത്ത് പുകയില ഉൽപ്പന്നങ്ങൾ അനേകർ വായിൽ ഇട്ട് അത് എപ്പോഴും ചവച്ചരച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അവർക്കെപ്പോഴും വായിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇട്ട് ചവച്ചുകൊണ്ടേയിരിക്കണം. ചിലർക്കാണെങ്കിൽ ഏതു സമയവും കരച്ചിലാണ് വായി തുറന്നാൽ. എന്നാൽ എത്ര ആളുകൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിന് ശേഷം ഞങ്ങളുടെ വായ് നിറയെ ചിരിയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിരിച്ചിട്ട് എത്ര ദിവസമായി പറയൂ? ആലോചിക്കുവാണോ? ചില ആളുകൾ പല്ല് കാണിക്കാനാണ് ചിരിക്കുന്നത് എന്ന് ചിരിക്കും. എന്താണ്? പല്ല് കാണിക്കാനുള്ള ചിരിയല്ല ഇത്. സെൽഫി എടുക്കുവാൻ വേണ്ടിയുള്ള ചിരിയല്ല ഇത്. ഫോട്ടോ എടുക്കുവാനുള്ള ചിരി അല്ല ഇത്. വായ് നിറയെ ചിരി ഉണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ വായ് നിറയുള്ള ചിരി എങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ? നിങ്ങൾ ചിരിക്കുക, അപ്പോൾ നിങ്ങളുടെ BP എല്ലാം കുറയാനിടയാകും. നിങ്ങളുടെ ഷുഗർ കൺട്രോളായി പോകും. നിങ്ങൾ സന്തോഷത്താൽ നിറയാനിടയാകും. അനേകം ആളുകളും വിചാരിക്കുന്നത് ക്രിസ്തീയ ജീവിതമെന്ന് വെച്ചാൽ കരച്ചിൽ ആണെന്നാണ്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭക്തി എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾക്ക് കരച്ചിൽ വന്നില്ല എങ്കിലും സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വെറുതെയാണ്, ആക്ഷൻസ് ആണ്. പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ശീലമായി ചിലർക്ക് മാറിയിരിക്കുന്നു. എന്നാൽ ബൈബിൾ നാം ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നാം ഓർക്കുകയാണെങ്കിൽ, ബൈബിളിന്റെ സാരാംശം നാം ഗ്രഹിച്ചാൽ ദുഃഖത്തിന് പകരമായി സ്തുതിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. ആശ്വാസവും സന്തോഷവും നൽകാമെന്നവൻ പറയുന്നു. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശയും സമ്മർദ്ദവും എവിടെ നോക്കിയാലും സ്ട്രെസ്സാണ്, ധൃതിയാണ്. ജോലിക്ക് പോകാൻ ധൃതി, സ്കൂളിൽ പോകാൻ ധൃതി, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാം വെപ്രാളമാണ്. വെപ്രാളവും ഓട്ടവും. ആ വെപ്രാളത്തിനിടയിൽ ഉണ്ടാകുന്ന വഴക്ക്, പ്രശ്നങ്ങൾ, വഴക്ക് പറയുന്നത്, കുറ്റപ്പെടുത്തുന്നത്, പരാതി പറയുന്നത്, ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കും നല്ല ആരോഗ്യമില്ല. ഒരു മനുഷ്യൻ ആരോഗ്യവാനായിരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സീക്രട്ട് പറയട്ടെ, അവൻ്റെ വയറ് ശരിയായിരിക്കണം. വയറ് ശരിയായിരിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ശരിയായിരിക്കും. അവൻ്റെ വയറ്റിൽ വിശപ്പ് ഉണ്ടെങ്കിൽ, കഴിച്ച ആഹാരം ദഹിക്കുന്നില്ല എങ്കിൽ, അതുപോലെ ചിലർക്കുണ്ടാകുന്ന പ്രശ്നം ഈ കാലത്ത് ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ അവന് സ്വസ്ഥത കാണില്ല. അവൻ്റെ സംസാരം ശരിയായിരിക്കില്ല. അവൻ നല്ലവണ്ണം ചിന്തിക്കുകയില്ല. നല്ലവണ്ണം തീരുമാനമെടുക്കാൻ കഴിയില്ല. നമ്മുടെ ആഹാര കാര്യത്തിൽ നാം നല്ലതായിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ പകുതി പ്രശ്നം തീർന്നുവെന്നാണ് പറയുന്നത്. പഴയ കാലത്ത് 3 നേരം കഴിക്കുമായിരുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. എന്നാൽ ഇപ്പോൾ തോന്നുമ്പോഴെല്ലാം കഴിക്കും. രാവിലെ കഴിക്കുകയില്ല, ഉച്ചയ്ക്ക് 2 നേരത്തെയും കൂടെ കൂട്ടി കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർന്നിട്ട്. ചിലരാണെങ്കിൽ പണിത്തിരക്ക് മൂലം രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വളരെ ക്ഷീണിച്ച് അവശനായി രാവിലെ മുതൽ പട്ടിണിയായിരുന്ന വയറിന് രാത്രി വന്നിട്ട് ഫുള്ള് ഭക്ഷണം കൊടുക്കും. രാവിലെ മുതൽ ഒന്നും തന്നെ കഴിക്കാതെ കാലിയായിരുന്ന വയറിലേക്ക് രാത്രിയിൽ നിറച്ച് ആഹാരം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസ് ഉണ്ടാകാനിടയാകും. ആഹാരം ദഹിക്കുകയില്ല. അതുകൊണ്ട് പിന്നെ ഉറക്കം വരികയും ഇല്ല. എന്നിട്ട് രാവിലെ മുതൽ ചെയ്ത കഷ്ടപ്പാട് ഓർക്കാനിടയാകും. അപ്പോൾ കോപമുണ്ടാകാനിടയാകും, മടുപ്പുണ്ടാകാനിടയാകും. ഭക്ഷണകാര്യത്തിൽ ക്രമമല്ല എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റാനിടയാകും. ദൈവം എന്താണ് പറഞ്ഞത്? ഈ പഴം നിങ്ങൾ തിന്നുവാൻ പാടില്ല.
തിന്നുന്ന കാര്യമാണ് ദൈവം പറഞ്ഞത്. മറ്റെന്തെങ്കിലും അവിടെ പറഞ്ഞോ? അങ്ങോട്ട് പോകരുത്, സന്തോഷിക്കരുത്, ഓടരുത്, എന്തെങ്കിലും പറഞ്ഞോ? ഇത് മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ അതുതന്നെ കഴിക്കുവാനിടയായി. അന്നു മുതൽ ഇപ്പോഴും നടക്കുന്നത് അതുതന്നെയാണ്. ഈ ഡയബറ്റിക് പേഷ്യൻസിനോട് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? എന്താണ് പറയുന്നത്? പറയൂ. നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, ചോറ് കഴിക്കുന്നത് കുറയ്ക്കണം, ചോറ് കഴിക്കാൻ പാടില്ല. പിന്നെ എന്ത് കഴിക്കാനാണ് പറയുന്നത്? 2 ചപ്പാത്തി കഴിക്കുക, എണ്ണയില്ലാതെ ഉണ്ടാക്കിയ 2 ചപ്പാത്തി. ശരി, ആയിക്കോട്ടെ. അത് ഊണ് കഴിക്കുന്നതിന് മുൻപ് കഴിക്കണമോ അതിനുശേഷം കഴിക്കണമോ? അനേകം ആളുകൾക്കും ചോറ് കഴിച്ചില്ലെങ്കിൽ വേറെ എന്തെല്ലാം കഴിച്ചാലും അവർക്കത് ശരിയാവുകയേ ഇല്ല. അതുപോലെ മാംസാഹാരങ്ങൾ, മാംസം കഴിക്കുകയാണെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് മാംസാഹാരം മൂലം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആർട്ടിഫിഷ്യലായി തയ്യാറാക്കുന്ന ചിക്കൻ ഒന്നും നാച്ചുറലായിട്ടല്ല. മൃഗങ്ങളെ അറുത്തിട്ട് അതിനെ പാകം ചെയ്ത് ഭക്ഷിക്കണമെന്നാണ് ദൈവം അവർക്കന്ന് പെർമിഷൻ കൊടുത്തത്. നോഹയും കുടുംബവും പ്രളയത്തിന് ശേഷം പടകിൽ നിന്ന് വെളിയിൽ വന്ന സമയത്ത് അവർക്ക് കഴിക്കുവാൻ ഫലവർഗ്ഗങ്ങൾ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് രക്തത്തോടുകൂടി മാംസാഹാരം ഭക്ഷിക്കരുത് എന്നാണ് ദൈവം കൽപ്പന കൊടുത്തത്. എന്നാൽ ഇക്കാലത്ത് അങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ രക്തവും പാകം ചെയ്ത് ഭക്ഷിക്കുന്നവരുണ്ട് ഇക്കാലത്ത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് എന്ത് രോഗം വന്നാലും, ജന്തുക്കൾക്ക് എന്ത് രോഗം വന്നാലും അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ നിനക്ക് രോഗം വന്നാൽ അത് ബ്ലഡിൽ ഉണ്ടാകാനിടയാകും. അതുകൊണ്ട് ആ ബ്ലഡ് കഴിക്കുകയാണെങ്കിൽ നിനക്ക് രോഗമുണ്ടാകും. ആ ബ്ലഡിലുള്ള രോഗം നിനക്കുണ്ടാകും. അതുകൊണ്ടാണ് ദൈവം അത് കളയാൻ പറയുന്നത്. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യർ ദൈവം തിന്നരുതെന്ന് പറഞ്ഞത് മാത്രമേ തിന്നുകയുള്ളൂ, കുടിക്കരുതെന്ന് പറയുന്നത് മാത്രമേ കുടിക്കൂ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം മാത്രം ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം കഷ്ടതയായിരിക്കുന്നു. എപ്പോഴും വേദനകളാണ്, എപ്പോഴും രോഗമാണ്, എപ്പോഴും സങ്കടങ്ങൾ ആകുന്നു. അനേക രീതിയിലുള്ളതായിരിക്കുന്ന പ്രശ്നത്താൽ മുഖരിതമായിരിക്കുന്നു. ഇവിടെ ഇപ്രകാരം വായിക്കുന്നു: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, നമ്മൾ പാപത്തിലായിരുന്നപ്പോൾ, പിശാചിന്റെ ബന്ധനത്തിൽ ആയിരുന്നതായ സമയത്ത് നമ്മെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവം തന്റെ മക്കളായി അവന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ഇടയായി. ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവർ ഹല്ലേലൂയ പറയുക. നിങ്ങൾ ആരുടെ സ്വത്താണ്? നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. എന്നാൽ പാപത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കഷ്ടതയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഇന്ന് ദൈവത്തിന്റെ മക്കളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വായിൽ എന്തുണ്ടായിരിക്കണം? ചിരിയുണ്ടായിരിക്കണം. നിങ്ങളുടെ വായ് നിറയെ ചിരി ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിറയെ സന്തോഷം ഉണ്ടായിരിക്കണം. ഒരാൾ ചിരിക്കുകയാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ അപ്പോഴും ദുഃഖം ഉണ്ടായേക്കാം. ചിരി എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ഉള്ളതല്ല. നമുക്ക് അനേകരെ കാണുവാൻ കഴിയും, വളരെ സന്തോഷമുള്ളവരായി കാണുവാൻ കഴിയും. അവരെപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ളവരെ കാണുന്നത് തന്നെ ഭയങ്കര ഭയമാണ്. ബോധമില്ലാത്തവനാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാലേ അവർ ചിരിക്കാനിടയാവും. എന്താണ്, അത്ര വലിയ ഭക്തനാണോ? അപ്പുറത്ത് എന്നതിൻ്റെ കാര്യം പറയാമെന്നാണ് പറയുന്നത് മനസ്സിൽ. ധനവാന്മാരായ ആൾക്കാർ അല്ലെങ്കിൽ സിനിമാ നടന്മാരെ ഒക്കെയും നോക്കുമ്പോൾ അവർ വളരെ സന്തോഷമുള്ളവരായി കാണുന്നു. എന്നാൽ അവരുടെ ഹൃദയം നിറയെ ദുഃഖമാണ്. ഒരാൾ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് സന്തോഷത്തോടെ ആയിരിക്കേണ്ടതിന് വേണ്ടി ഒരു ഗുളിക എഴുതി തരുവാൻ വേണ്ടി പറഞ്ഞു. ഇതെന്തൊരു മനുഷ്യനാണ്? സന്തോഷത്തിനുള്ള ഗുളിക എൻ്റെ കയ്യിൽ എവിടുന്നാണ്? ഏതായാലും പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞ് പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാം നോർമലായിരിക്കുന്നു. നിങ്ങൾക്കൊരു രോഗമില്ല എന്ന് പറഞ്ഞപ്പോഴും പറയുന്നത് എനിക്ക് സന്തോഷമില്ല, ഒരു ഗുളിക തരാൻ പറഞ്ഞു. അവസാനം വിറ്റാമിൻ ഗുളിക കൊടുത്ത് പറഞ്ഞു വിട്ടെന്നാണ്. കുറേ ദിവസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വന്നു, സാർ ആ ഗുളിക കഴിച്ചിട്ടും എനിക്ക് സന്തോഷം വരുന്നില്ല. ഡോക്ടർ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. ഗുളിക സത്യമായിട്ടും കഴിച്ചോ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതേ, നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണെന്നറിയില്ല, എനിക്ക് ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ജെമിനി സർക്കസ് വരുവാനിടയായി. അവിടെ ഒരു ബഫൂൺ വന്നിട്ടുണ്ട്. അവൻ ഒരുപാട് തമാശ കാണിച്ച് എല്ലാവരും ചിരിപ്പിക്കാനിടയാകും. നീ അവിടെ പോയി ഇരുന്നാൽ മതി, നിനക്ക് ചിരിക്കാനിടയാകുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് സാർ ആ ബഫൂൺ. എന്താണ്? മനുഷ്യരെ എല്ലാവരെയും അവൻ ഒരുപാട് ചിരിപ്പിക്കാറുണ്ടെന്നാൽ അവസാനം അവൻ്റെ ഹൃദയത്തിൽ എന്താണ്? സന്തോഷമില്ലാതിരിക്കുന്നു. ആരുടെ പാപങ്ങളാണ് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ടാകുമെന്ന്.
ആരാണോ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് അവർക്ക് സമാധാനമുണ്ടാകുന്നു, സ്വസ്ഥത ഉണ്ടാകുന്നു. കർത്താവ് നിങ്ങളെ വിടുവിച്ചതിന് ശേഷം നിങ്ങൾ സന്തോഷത്തോടുകൂടി ആയിരിക്കണം. നീ വെളിയിലേക്ക് വരുന്ന സമയത്ത് നിന്റെ മുഖത്ത് ദൈവത്തിന്റെ കൃപയാണ് കാണപ്പെടേണ്ടത്. അപ്പോൾ നിന്റെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ മുഖം കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എന്തു പറയുമെന്നാണ്? വായിക്കൂ. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. മറ്റുള്ളവർ നിന്റെ മുഖത്തെ ചിരി കണ്ടാൽ പറയാനിടയാകും. നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടെങ്കിൽ, നീ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ചുറ്റുമുള്ള ആളുകൾ, കഷ്ടതയിൽ ഉള്ള ആളുകൾ, ദുഃഖത്തിൽ ഉള്ള ആളുകൾ, അനേക പ്രശ്നത്തിൽ അകപ്പെട്ട ആളുകൾ, സ്വസ്ഥത ഇല്ലാത്തവർ, ദൈവം അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പറയുക, എന്താണ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് ആ ദൈവത്തോട് നിങ്ങളൊന്ന് പറയുക. എന്തിനാണ് നീ ആരും അറിയാതെ മാറി ഇരുന്നെപ്പോഴും കരയുന്നത്, എപ്പോഴും ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? കുഞ്ഞുങ്ങളുടെ കാര്യമാണോ? കടബാധ്യതയാണോ? രോഗത്തിന്റെ കാര്യമാണോ? സാമ്പത്തിക പ്രശ്നങ്ങളാണോ? കലഹങ്ങളാണോ? എന്തെല്ലാമാണെങ്കിലും ശരി, നിന്റെ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കൂടി സ്തുതിയോടെ സ്തോത്രത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എൻ്റെ ഹൃദയത്തിലെ ഭാരം നീ എടുക്കണമേ ദൈവമേ. എൻ്റെ സങ്കടം മാറ്റണമേ, എൻ്റെ ഭയം മാറ്റണമേ, എൻ്റെ ചിന്തകളെ മാറ്റണമേ. വായ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, നിലവിളിയാണ്, പ്രയാസങ്ങളാണ്. തന്മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തവണ ഞങ്ങൾ തളർന്നു പോകുന്നുണ്ട്, വിഷമിക്കാറുണ്ട്, നിരാശപ്പെട്ടു പോകുന്നു ദൈവമേ. ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങൾ നശിപ്പിച്ച് കളയുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾക്ക് എതിരായിരിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല ഇതിനെ നേരിട്ട് ജീവിക്കുവാൻ. ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഈ സമയം നിന്നോട് നിലവിളിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ സകല വേദനകളും ദുഃഖവും അറിയുന്ന ദൈവമേ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കണമേ. നിന്നിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നിന്റെ സന്നിധിയിലുള്ളതായിരിക്കുന്ന സമ്പൂർണമായ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. നീ നൽകുന്നതായ നിത്യമായ സൗഖ്യം, നിത്യമായ സമാധാനം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. ഈ ദിവസം മുതൽ നിന്റെ സന്നിധിയിൽ കുറച്ചു സമയമെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആ ദിവസം മുഴുവൻ ആനന്ദത്തോടെ ആയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ, ഞങ്ങളുടെ കഷ്ടത, അതെല്ലാം മാറുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ വായ് നിറയെ ചിരി ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളിൽ ചെയ്യണമെന്ന്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുവെന്ന് പറഞ്ഞ് ആനന്ദത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഭാഗ്യം നൽകണമെന്ന്, ദിനംതോറും നിന്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും,
നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ